എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 5 വ്യാഴാഴ്ച, കുംഭം 21. ഇന്നത്തെ നിങ്ങളുടെ നക്ഷത്രഫലം നോക്കാം. ഇന്ന് വൈകുന്നേരം 5:04 വരെ കൃഷ്ണപക്ഷ ദ്വിതീയ തിഥിയും അതിനുശേഷം ഉത്രം നക്ഷത്രവുമാണ്. പ്രധാന നക്ഷത്രഫലങ്ങൾ പറയാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. നല്ല ഫലങ്ങൾ ഇരട്ടിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും. കരിയർ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകയിരം അരഭാഗം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വരവും ചിലവും തുല്യമായിരിക്കുമെങ്കിലും കുടുംബത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ സാധിക്കും. മിഥുനക്കൂറ് മകയിരം അര, തിരുവാതിര പുണർദം മുക്കാൽ. വിനോദയാത്രയ്ക്കായി സമയം കണ്ടെത്തും. സാമ്പത്തികമായി ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും പണമിടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കർക്കിടകക്കൂറ് പുണർദം കാൽ, പൂയം ആയില്യം. ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് സമാധാനം നൽകും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. കന്നിക്കൂറ് ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര അരഭാഗം. ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുന്നതിനാൽ മാനസികമായി സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കാം. തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും. തുലാക്കൂറ് ചിത്തിര അരഭാഗം, ചോതി വിശാഖം മുക്കാൽ ഭാഗം. ആശയക്കുഴപ്പങ്ങൾ മാറി കാര്യങ്ങളിൽ വ്യക്തത വരും. എങ്കിലും ജോലി ഉപേക്ഷിക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കാതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സമത്വം പാലിക്കുക. വൃശ്ചികക്കൂറ് വിശാഖം കാൽഭാഗം, അനിഴം തൃക്കേട്ട. സമ്മിശ്ര ഫലങ്ങളാണ് ഈ ദിവസം കാത്തിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കരുതലോടെ നീങ്ങുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിതമായി ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ മാനസിക സന്തോഷം നൽകും. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. മകരക്കൂറ് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം അരഭാഗം. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കാനിടയുണ്ട്. പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കുക. കുംഭക്കൂറ് അവിട്ടം അരഭാഗം, ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം. തൊഴിൽപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ദിവസമാണ്. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ്. ഭക്ഷണകാര്യങ്ങളിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. മീനക്കൂറ് പൂരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഗുണം ചെയ്യും. ഏൽപ്പിക്കപ്പെട്ട ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. പ്രതിവിധി വ്യാഴാഴ്ചയായതിനാൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഇപ്പോൾ പറഞ്ഞത് പൊതുവായ ഗ്രഹനില അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികൾ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം.